സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുന്നു. ഇതെന്താണിപ്പോൾ ഇത്ര വാർത്ത? ഭാരതത്തിൽ രചിക്കപ്പെട്ട വന്ദേമാതരം എന്ന ദേശഭക്തി ഗാനം ജനകോടികൾ ഏറ്റെടുത്ത സ്വാതന്ത്ര്യ സമര ഗാനം മാത്രമല്ല, അതൊരു വലിയ വികാരമുണ്ടാക്കുന്ന, ദേശഭക്തിയെ ജ്വലിപ്പിക്കുന്ന ഒരു ദേശഭക്തി ഗാനം കൂടിയാണ്. ആ ഗാനം കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് ആലപിച്ചത് എങ്ങനെയാണ് ഒരു വാർത്തയായി മാറുന്നത്? വാർത്തയായി മാറാൻ കാരണമുണ്ട്. നമുക്കറിയാം, ചില ദേശവിരുദ്ധ ശക്തികളുടെ പ്രേരണയ്ക്ക് വഴങ്ങി അഖണ്ഡ ഭാരതത്തെ 3 ഖണ്ഡങ്ങളാക്കി വിഭജിച്ച ബ്രിട്ടീഷ് അധികാര മേൽക്കോയ്മയുടെ ഗൂഢതന്ത്രത്തിനു വഴങ്ങി വന്ദേമാതരത്തിൽ നിന്ന് പ്രധാനപ്പെട്ട വരികളൊക്കെ മറച്ചു കളഞ്ഞിരുന്നു ഇതുവരെ. കേന്ദ്ര സർക്കാർ ഇപ്പോൾ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് നിയമം മൂലം നിർദ്ദേശിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി പാടിയതല്ല വാർത്ത. കോൺഗ്രസിൽ ഇപ്പോൾ നിലവിൽ ഒരധികാരവുമില്ലാത്ത, എന്നാൽ ദേശവിരുദ്ധ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി കോൺഗ്രസിനെ കൈപ്പിടിയിലാക്കി നിയന്ത്രിക്കുന്ന വിദേശത്തു ജനിച്ച ആ വനിത വന്ദേമാതരം പാടുന്നതിനെ വിലക്കി എന്നതാണ് എന്നെ സംബന്ധിച്ച് രോഷവും വേദനയും ഉണ്ടാക്കുന്ന വാർത്ത. ബലിദാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ പാടിയ പാട്ടാണ് വന്ദേമാതരം. ആ വന്ദേമാതരം കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് ആലപിക്കുമ്പോൾ ആലാപനം പൂർത്തിയാക്കരുത് എന്ന് നിർദ്ദേശിക്കുന്ന ഒരു വിദേശ വനിത, അവർ ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് ഭാരതത്തിൽ പൗരത്വം കിട്ടിയിട്ടുണ്ടാകാം, 10 വർഷത്തോളം അവർ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഒരു ഉദ്യോഗസ്ഥനെ പോലെ നിയന്ത്രിച്ചിട്ടുണ്ടാകാം. അതൊക്കെ ഈ രാജ്യത്തിൻ്റെ ഗതികേട് എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് വന്ദേമാതരം ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ ആലപിച്ച ആ ഗാനം പൂർണ്ണമായി ആലപിക്കുന്നതിൽ നിന്ന് വിലക്കുണ്ടായി എന്ന മാധ്യമ വാർത്ത ശരിയാണെങ്കിൽ, പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ദേശസ്നേഹികളാണോ എന്ന്. ഞാൻ ഒരിക്കലും കോൺഗ്രസ് വിരോധിയല്ല. പക്ഷേ എപ്പോൾ വിദേശ ഗർഭപാത്രങ്ങൾ കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയോ, അപ്പോൾ എന്നിലെ ദേശസ്നേഹിക്ക് കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരെ കുറിച്ച് വിലപിക്കുന്നു.